ഓഫർ തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. എറണാകുളത്തെ ഒരു കോൺഗ്രസ് എംഎൽഎക്ക് 7 ലക്ഷം രൂപയും ഇടുക്കിയിലെ സിപിഎം നേതാവിന് സഹകരണ ബാങ്കിലൂടെ പണം കൈമാറിയെന്നും പ്രതി അനന്തുകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ കേരളത്തിലുടനീളം പരാതി വ്യാപകമായതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചത്. ക്രൈംബ്രാഞ്ച് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ തീരുമാനിക്കും. ഓരോ ജില്ലയിലും പ്രത്യേക സംഘം രൂപീകരിച്ചായിരിക്കും അന്വേഷണം. അതേസമയം എറണാകുളത്തെ ഒരു കോൺഗ്രസ് എംഎൽഎക്ക് 7 ലക്ഷം രൂപയും ഇടുക്കിയിലെ സിപിഎം നേതാവിന് സഹകരണ ബാങ്കിലൂടെയും പണം കൈമാറിയെന്നും പ്രതി അനന്തുകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. പ്രമുഖരുൾപ്പെടെ കൂടുതൽ പേരുമായുള്ള ഇടപാടുകളുടെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. അതിനിടെ തനിക്ക് അനന്തുകൃഷ്ണൻ പണം കൈമാറിയെന്ന ആരോപണം തള്ളി മാത്യു കൊഴനാടൻ എംഎൽഎ രംഗത്തെത്തി. എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന്, സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും. നോ ഡൗട്ട്. ഓഫർ തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകളും സംഘടനകളും നൽകിയ പരാതികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുകയാണ്. എറണാകുളം കോട്ടപ്പുറം രൂപതയ്ക്ക് കീഴിലുള്ള ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് 58 ലക്ഷം രൂപയാണ് നഷ്ടമായത്. സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറാണ് പദ്ധതിയുമായി സഭയെ ബന്ധപ്പെടുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. ഇടുക്കി കാന്തല്ലൂരിലെ 500-ലധികം തോട്ടം തൊഴിലാളികളും തട്ടിപ്പിനിരയായി. ഇടുക്കി ജില്ലയിൽ മാത്രം അനന്തുവിനെതിരെ ഇതിനോടകം 1500-ലധികം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. അതിനിടെ അനന്തുവിനെതിരെ പരാതി കൊടുക്കരുതെന്നാവശ്യപ്പെടുന്ന സീഡ് കോർഡിനേറ്ററുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. ആരെങ്കിലും കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണ്ട. എന്നാന്ന് വെച്ചാൽ അങ്ങനെ പോയാൽ നമുക്ക് വന്നിട്ട് വീണ്ടും സാറിനെ അറസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പൈസ കിട്ടാതായി പോകും. അത് കാരണം ആരും കേസിന് അങ്ങനെ പോകണ്ട. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.